നിങ്ങൾക്ക് ജർമ്മനിയിൽ വരണം, പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിൽ വരാനും വയ്യ, ജോബ് വിസ കിട്ടുന്നതുമില്ല. നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 1 ജൂൺ 2024 മുതൽ ജർമ്മനിയിൽ ഇൻട്രൊഡ്യൂസ് ആയ ചാൻസേ കാർഡ് അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ഇതൊരു പോയിന്റ് ബേസ് എമിഗ്രേഷൻ സിസ്റ്റമാണ്. നിങ്ങൾക്ക് 6 പോയിന്റ് മീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനിയിലേക്ക് വരാനായിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹൗ ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം ജോബ് സീക്കർ വിസ. നിങ്ങൾ ജോബ് സീക്കർ വിസയിൽ ജർമ്മനിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലാൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഓപ്പർച്യൂണിറ്റി കാർഡിലേക്ക് സ്വിച്ച് ചെയ്യാം. കാരണം ജോബ് സീക്കർ വിസയിൽ വന്നാൽ 6 മന്ത്സ് മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയിൽ നിൽക്കാനായിട്ട് പറ്റൂ. എലോങ് വിത്ത് ഈ ഒരു പൊളിറ്റിക്കൽ ടൈമിൽ നിങ്ങൾ ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ ജർമ്മനി വിട്ട് പോകേണ്ടതായിട്ട് വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓപ്പർച്യൂണിറ്റി കാർഡിൽ 1 ഇയർ വിസയാണ് കിട്ടുന്നത്. എലോങ് വിത്ത് ദാറ്റ് 20 hours വീക്കിലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എക്സ്പെൻസ് എല്ലാം ഈ ഒരു വിസയിൽ വന്നാൽ കവർ അപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ 2 ഇയർ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതർവൈസ് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കണം. A1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഓർ B2 ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. B2 ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 5.5 മുതൽ B2 ലാംഗ്വേജ് ആണ്. നിങ്ങൾ സ്കോർ ചെയ്യുന്നതോറും നിങ്ങളുടെ പോയിന്റിൽ ചേഞ്ചസ് ഉണ്ടാവും. തേർഡ് തിങ്, നിങ്ങൾക്ക് ഒരു 2 ഇയർ ഓർ എബോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ബേസിക്കലി എലിജിബിൾ ആണ്. ഇതിൻ്റെ മോർ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിലും കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.